എല്ലാവർക്കും നമസ്തേ. ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. ദക്ഷയാഗത്തിൻ്റെ സ്ഥലം പിന്നീട് ഇടതൂർന്ന വനത്താൽ മൂടപ്പെട്ടു. നൂറ്റാണ്ടുകൾക്ക് ശേഷം കുറിച്യൻ എന്നറിയപ്പെടുന്ന മലയോര ഗോത്രക്കാർ ഈ വനമേഖലയിൽ മാനുകളെ വേട്ടയാടുകയായിരുന്നു. അപ്പോൾ ഒരു കല്ലിൽ അവർ അമ്പ് മൂർച്ച കൂട്ടുന്ന നേരത്ത് പെട്ടെന്ന് ആ കല്ലിൽ നിന്നും രക്തം ഒലിച്ചിറങ്ങി. ഈ വിചിത്ര പ്രതിഭാസം മലയോര ഗോത്രവർഗക്കാരെ ആശയക്കുഴപ്പത്തിലാക്കി. അവർ സംഭവം അടുത്തുള്ള പടിങ്കിട്ട നമ്പൂതിരിയുടെ ഇല്ലത്തെ അറിയിച്ചു. ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു വിഗ്രഹം കിടക്കുന്നുണ്ടെന്ന് തന്ത്രശാസ്ത്രത്തിൽ നല്ല അറിവുള്ള നമ്പൂതിരിക്ക് ഒരു ഉൾക്കാഴ്ച ലഭിച്ചു. മണത്തണ ഗ്രാമത്തിലെ 4 പ്രമുഖ നായർ കുടുംബങ്ങളെ അറിയിക്കാൻ കുറിച്യന്മാരോട് നമ്പൂതിരി പറഞ്ഞു. കുറിച്യക്കാർ മണത്തണയിലെത്തി. കുളങ്ങരയത്ത്, ആക്കൽ, കരിമ്പനക്കൽ ചാത്തോത്ത്, തിട്ടയിൽ കുടുംബങ്ങളെ ഇവർ വിവരം അറിയിച്ചു. നായർ തറവാട്ടിലെ 4 പേരും പടിങ്കിട്ട നമ്പൂതിരിയും സംഭവം നടന്ന സ്ഥലത്തേക്ക് പോയി. കാട്ടിൽ ചോരയൊലിക്കുന്ന ഒരു കല്ല് അവർ കണ്ടെത്തി. വെള്ളവും നെയ്യും പാലും ഉപയോഗിച്ചുള്ള ശുദ്ധീകരണത്തിന് രക്തയോട്ടം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ഇളം തേങ്ങാവെള്ളം രക്തം തടഞ്ഞു. ജ്യോതിഷിയുമായി കൂടിയാലോചിച്ചപ്പോൾ ദക്ഷന്റെ യാഗം നടന്ന പുണ്യഭൂമിയാണിതെന്നും ചോരയൊലിക്കുന്ന കല്ല് സ്വയംഭൂ വിഗ്രഹമാണെന്നും അവർ മനസ്സിലാക്കി. ദേവി സതി യാഗാഗ്നിയിൽ സ്വന്തം ശരീരം ദഹിപ്പിച്ചതിന് തൊട്ടടുത്താണ് ശിവൻ സ്വയംഭൂ രൂപം സ്വീകരിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. സ്വയംഭൂ വിഗ്രഹം കണ്ടെത്തിയ സ്ഥലം അക്കരെ കൊട്ടിയൂർ എന്നാണ് അറിയപ്പെടുന്നത്. വൈശാഖ മഹോത്സവത്തിൽ മാത്രമാണ് അക്കരെ കൊട്ടിയൂർ തുറക്കുന്നത്. ഇക്കരെ കൊട്ടിയൂർ 4 കെട്ട് ക്ഷേത്ര സമുച്ചയമാണ്. അവിടെ പതിവ് പൂജകൾ നടക്കുന്നു. പതിവ് പൂജകളും മറ്റ് ആചാരങ്ങളും തൻ്റെ ആത്മീയ ദർശനത്തോടെ ക്രമീകരിച്ചത് ശ്രീ ശങ്കരാചാര്യനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കൊട്ടിയൂർ ക്ഷേത്രം പുരളിമലയിലെ കട്ടൻ രാജവംശത്തിൻ്റെ കീഴിലായിരുന്നു. അതിൽ നിന്നാണ് കട്ടിയൂർ എന്ന പേര് ഉത്ഭവിച്ചത്. ഈ പേര് പിന്നീട് പ്രാദേശിക ഭാഷയിൽ കൊട്ടിയൂറായി പരിണമിച്ചു. വടക്കേശ്വരം ക്ഷേത്രം എന്നത് പുരാതന കാലം മുതലുള്ള പൊതുനാമമാണ്. എന്നാൽ അക്കരെയുള്ള ശ്രീകോവിലിൽ നിന്ന് വ്യത്യസ്തമായി കൊട്ടിയൂർ ഗ്രാമത്തോട് ചേർന്ന് ബാവലി നദിയുടെ തീരത്തായതിനാൽ നാട്ടുകാർ ഈ ക്ഷേത്രത്തെ ഇക്കരെ കൊട്ടിയൂർ എന്ന് വിളിക്കുന്നു. ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ശ്രീ ചെറുമന്ന ക്ഷേത്രം. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഒരു പ്രത്യേക വിഭാഗത്തിലാണ് ഈ ക്ഷേത്രം ഉൾപ്പെടുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്തേ.